നിയുക്ത യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി യുക്രൈൻ വിഷയത്തിൽ ചർച്ച നടത്താൻ തയ്യാറെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പ്രചാരണത്തിനിടെ യുക്രൈൻ റഷ്യ സംഘർഷം 24 മണിക്കൂറിനുള്ളിൽ പരിഹരിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. യുക്രൈനിൽ നിന്ന് യു.എസ്. സൈനിക സാമ്പത്തിക സഹായം നൽകുന്നതിനും ട്രംപ് എതിരാണ്. ജനുവരി 20-ന് ട്രംപിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് പുടിൻ ഫോണിലൂടെ ബന്ധപ്പെട്ടേക്കും. പുടിനൊഴികെ 70ഓളം ലോക നേതാക്കൾ ട്രംപുമായി ഫോൺ സംഭാഷണം നടത്തി. തെക്കൻ റഷ്യയിലെ സോജിയിൽ നടന്ന വോൾഡായ് ഫോറത്തിനിടെ ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് ജയത്തെ അഭിനന്ദിക്കവെയാണ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പുടിൻ വ്യക്തമാക്കിയത്. ജൂലൈയിൽ ട്രംപിന് നേരെയുണ്ടായ വധശ്രമത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ ധൈര്യശാലിയെന്നും പുടിൻ വിശേഷിപ്പിച്ചു. അതേസമയം റഷ്യയുമായി വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ട്രംപിനെ അഭിനന്ദിക്കവെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞിരുന്നു. യുക്രൈൻ സംഘർഷം ഞൊടിയിടയിൽ അവസാനിപ്പിക്കുമെന്ന ട്രംപിന്റെ വാദത്തിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. ആഗോള സൂപ്പർ പവറുകളുടെ പട്ടികയിൽ ഉൾപ്പെടാൻ അർഹതയുള്ള രാജ്യമാണ് ഇന്ത്യയെന്ന് പുടിൻ അറിയിച്ചു. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയുടേതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ബന്ധത്തിൽ വലിയ വിശ്വാസമുണ്ട്. ഇന്ത്യ മഹത്തായ രാജ്യമാണ്. സാമ്പത്തിക വളർച്ചയിൽ ഇന്ത്യ ലോകത്ത് മുന്നിട്ട് നിൽക്കുന്നുവെന്നും പുടിൻ പറഞ്ഞു. ഇന്ത്യയുമായുള്ള പ്രതിരോധ സഹകരണം വിശദീകരിച്ച പുടിൻ ബ്രഹ്മോസ് ക്രൂസ് മിസൈൽ പദ്ധതിയെ പ്രകീർത്തിച്ചു. അതേസമയം നിയുക്ത യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വൊളാഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിനിടെ ചർച്ചയായി ഇലോൺ മസ്കിന്റെ സാന്നിധ്യം. വെള്ളിയാഴ്ചയാണ് ട്രംപ് സെലൻസ്കിയുമായി സംസാരിച്ചത്. ഇതിനിടെ ടെസ്ല സിഇഒയ്ക്കും ഫോൺ കൈമാറിയെന്നാണ് റിപ്പോർട്ട്. 25 മിനിറ്റ് സമയമാണ് ട്രംപും സെലൻസ്കിയും തമ്മിൽ സംസാരിച്ചത്. ഇതിനിടെ വീണ്ടും യു.എസ്. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ട്രംപിനെ സെലൻസ്കി അഭിനന്ദിച്ചു. യുക്രൈന് എല്ലാ പിന്തുണയും അറിയിച്ച ട്രംപ് എന്നാൽ ഏത് തരത്തിലാവും അത് നൽകുകയെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ട്രംപ് സംസാരിച്ചതിനു ശേഷം മസ്കും സെലൻസ്കിയുമായി സംസാരിച്ചു. യുക്രൈനിൽ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് കണക്ഷൻ ലഭ്യമാക്കുമെന്ന് മസ്ക് സെലൻസ്കിയെ അറിയിച്ചു. സംഭാഷണത്തിനു പിന്നാലെ അടുത്ത ബന്ധം നിലനിർത്താനും സഹകരണം മുന്നോട്ടു പോകാനും തങ്ങൾ തീരുമാനിച്ചുവെന്ന് സെലൻസ്കി സമൂഹമാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കി. അമേരിക്കയിലെ ശക്തമായ നേതൃത്വം ലോകസമാധാനത്തിന് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ട്രംപിനെ അഭിനന്ദിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും രംഗത്തെത്തിയിരുന്നു. അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധം തീർക്കാനുള്ള പദ്ധതി ട്രംപിന് കീഴിലുള്ള പ്രത്യേക ടീം തയ്യാറാക്കിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇതിൽ ഇലോൺ മസ്കും നിർണായക പങ്ക് വഹിക്കുന്നുവെന്നാണ് വാർത്തകൾ. റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നത് യൂറോപ്യൻ സുരക്ഷയ്ക്ക് മാത്രമല്ല യു.എസിനും ഭീഷണിയാണെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെ പറഞ്ഞു. യുക്രൈനെതിരായ യുദ്ധത്തിന് ഉത്തര കൊറിയ റഷ്യയ്ക്ക് സൈനിക സഹായം നൽകിയിരുന്നുവെന്ന് നേരത്തെ ആരോപണമുയർന്നിരുന്നു. ഈ സഹായത്തിനു പകരമായി റഷ്യ ഉത്തര കൊറിയയിലേക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ എത്തിക്കുകയാണെന്നും ഇതിലൂടെ ഉത്തര കൊറിയ റഷ്യ കൂട്ടുകെട്ട വളരുകയാണെന്നുമാണ് നാറ്റോയുടെ വാദം. റഷ്യയുടെ ഈ നീക്കം നാറ്റോയുടെ ഭാഗമായ യൂറോപ്യൻ രാജ്യങ്ങളെ മാത്രമല്ല യു.എസിനും ഭീഷണിയാകുമെന്നും നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെ പറയുന്നു. യൂറോപ്യൻ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായാണ് റുട്ടെ ഇക്കാര്യം പറഞ്ഞത്. ഈ ഭീഷണികളെ എങ്ങനെ കൂട്ടായി നേരിടാമെന്ന് ചർച്ച ചെയ്യാൻ നിയുക്ത യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം ഇരിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.